ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തമാരൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ നേഴ്സുമാർക്ക് ഗൾഫ് കൺട്രീസിൽ എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒമാനിലാണോ, ഖത്തറിലാണോ, കുവൈറ്റിലാണോ, ബഹ്റൈനിലാണോ, ദുബായിലാണോ, എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിലെ എല്ലാ പ്രോസസ്സിനെയും കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഒമാനിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒമാനിൽ നമ്മൾ നേഴ്സായിട്ട് പോകാനാണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2 സ്റ്റെപ്സാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഡേറ്റ് ഓഫ് ഫ്ലോ, രണ്ടാമത് എക്സാം. ഡേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ ഡേറ്റ് ഓഫ് ഫ്ലോ നമ്മൾ ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ഫ്ലോയിൽ നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 10 +2 അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡേറ്റ് ഓഫ് ഫ്ലോ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് ഓഫ് ഫ്ലോ വെരിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാലിഡ് ആയിരിക്കാൻ നോക്കുക, പാസ്പോർട്ട് വാലിഡ് ആയിരിക്കാൻ നോക്കുക. രജിസ്ട്രേഷൻ, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് വാലിഡ് ആയിട്ടുള്ളത്. ഒമാനിലോട്ട് നമുക്ക് എക്സാം എഴുതുന്നതിന് മുന്നേയും ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്യാം, നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷവും ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ഒരു നല്ലൊരു കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെന്തുകൊണ്ടും നല്ല കാര്യമാണ്. നമുക്ക് ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്തതിന് ശേഷം എക്സാം എഴുതാം, എക്സാം എഴുതിയിട്ടും ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്യാം. ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്തതിന് ശേഷം നമ്മുടെ എക്സാം പറയുമ്പോഴത്തേക്കും മുന്നേ ഒക്കെ നമുക്ക് പ്രോമെട്രിക് എക്സാം ആയിരുന്നു ഒമാനിലോട്ട് നമ്മൾ എഴുതേണ്ടത്. ഇപ്പം നമുക്ക് PSN-VO എന്ന് പറഞ്ഞിട്ടൊരു എക്സാമാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിൻ്റെ എക്സാം സെൻറ്റർ നമുക്ക് കൊച്ചിയിൽ അവൈലബിൾ ആണ്, കേരളത്തിൽ കൊച്ചിയിൽ അവൈലബിൾ ആണ്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലാണ്. PSN-VO കുറിച്ച് പറയുവാണെങ്കിൽ ഇത് നമ്മുടെ US അമേരിക്കയിലെ NCLEX-RNും കണ്ടക്ട് ചെയ്യുന്നത് സെയിം കമ്പനിയാണ്, PSView. അപ്പോൾ ഈ NCLEX-നെ പോലെ തന്നെ ആയിരിക്കും, കുറച്ച് ടഫായിരിക്കും ഒമാനിലെ എക്സാം. പക്ഷേ വളരെ ടഫ് എന്ന് പറയാൻ പറ്റില്ല, സിനാരിയോ ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഒക്കെ വരാറുള്ളത്. 100 MCQ ക്വസ്റ്റ്യൻ ആയിരിക്കും, 2.5 മണിക്കൂറായിരിക്കും നമുക്ക് എക്സാം ടൈം. അതുപോലെ തന്നെ നമുക്ക് 60% പാസ് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട്, നമ്മുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് വിത്തിൻ 24 hours നമുക്കിത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒമാനിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഖത്തറിൽ നമുക്കൊരു നഴ്സിംഗ് ജോബിന് എന്തൊക്കെ പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ BSc-കാർക്ക് 2 year മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ GNM-കാർക്കാണെങ്കിൽ 3 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പോസ്റ്റ് ബേസിക്കാർക്കാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 2 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ BSc-ക്കാണെങ്കിലും GNM-നാണെങ്കിലും പോസ്റ്റ് ബേസിക്കാർക്കാണെങ്കിലും എല്ലാവർക്കും എക്സ്പീരിയൻസ് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 2 year 3 year ഒക്കെയാണ് വേണ്ടത് കേട്ടോ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ഫ്ലോയും പ്രോമെട്രിക്കുമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കേണ്ടത്. നമ്മൾ ഡേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് എക്സാമിന് മുന്നേ തന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്തിരിക്കണം, അത് മാൻഡേറ്ററി ആണ് കേട്ടോ. അപ്പോൾ ഡേറ്റ് ഓഫ് ഫ്ലോ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്യേണ്ടതാണ്. ഡേറ്റ് ഓഫ് ഫ്ലോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോമെട്രിക് എക്സാം ആണ്. പ്രോമെട്രിക് എക്സാം നമുക്ക് ട്രിവാൻഡ്രത്ത് സെൻറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 year വാലിഡിറ്റി ഉണ്ടാവും. പ്രോമെട്രിക് എക്സാമിന് 3 year വാലിഡിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് HRD അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി ആണ്. ഇപ്പം നമ്മൾ കേരളത്താണ് പഠിച്ചതും നമ്മൾ വർക്ക് ചെയ്തത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർക്ക അറ്റസ്റ്റേഷൻ മതി. ഇപ്പം നമ്മൾ കേരളത്തിന് പുറത്താണ് പഠിച്ചത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് HRD അറ്റസ്റ്റേഷൻ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ മാർക്ക് ഷീറ്റും ഒക്കെ നമ്മൾ എംബസി അറ്റസ്റ്റേഷനും നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഖത്തറിലെ മെയിൻ കാര്യങ്ങൾ, മെയിൻ പ്രോസസ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഖത്തറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിലെയും അബുദാബിയിലെയും ഷാർജയിലെയും ഒക്കെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് BSc-കാർക്ക് മാത്രമേ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം നമ്മൾ GNM ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യാൻ കഴിയുക. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ന് പറയുമ്പോഴത്തേക്കും ദുബായിൽ തന്നെ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഹോസ്പിറ്റൽസ്, കനേഡിയൻ ഹോസ്പിറ്റൽസ് ഒക്കെ
ഒക്കെ അമേരിക്കൻ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മാൻഡേറ്ററി അല്ല, പക്ഷേ നമ്മൾ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് നമുക്ക് ഫ്ലുവൻ്റ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ ടൈമിൽ അവർ നമ്മളെ അസസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ നമ്മൾ അസസ് ചെയ്യുന്ന ടൈമിൽ ഇംഗ്ലീഷിൽ നമുക്ക് വലിയ നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻ്റർവ്യൂവിനും നമ്മുടെ ജോബിനെയൊക്കെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ക്ലിനിക്കിലോട്ടാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദുബായിൽ തന്നെ ഒരുപാട് മലയാളീസിൻ്റെ ക്ലിനിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷൊന്നും വലിയ മാൻഡേറ്ററി ആയിരിക്കത്തില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഇംഗ്ലീഷ് അറിയാവുന്നത് എത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ എക്സാംസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദുബായിൽ DHA എക്സാമാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് അബുദാബിയിൽ ഹാദാണ് എഴുതേണ്ടത്. പിന്നെ നമുക്ക് ഷാർജയിൽ അതർ എമിറേറ്റ്സിലൊക്കെ നമുക്ക് MOH ആണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ഈ DH നമുക്ക് ഹാദിലോട്ട് കൺവേർട്ട് ചെയ്യാം, നമുക്ക് ഹാദ് നമുക്ക് DHAയിലോട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഏതെങ്കിലും ഇൻ്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എംബസി അറ്റസ്റ്റേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ചെയ്യേണ്ടത് ഏറ്റവും മസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ ഡേറ്റ് ഓഫ് ഫ്ലോ കഴിഞ്ഞ് എക്സാം നമ്മൾ എഴുതിയതിന് ശേഷം നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ കിട്ടും. എലിജിബിലിറ്റി ലെറ്റർ കിട്ടിയതിന് ശേഷം നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഹോസ്പിറ്റൽസിൽ അപ്ലൈ ചെയ്ത് നമുക്ക് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അവിടെ വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ജോബ് നേടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ജോബ് നോക്കാവുന്നതാണ്. ഇപ്പോൾ ദുബായിലായാലും അബുദാബിയിലായാലും ഷാർജയിലായാലും ഏത് എമിറേറ്റ്സിലായാലും ഇതുപോലെ ആയിരിക്കും പ്രോസസ്സിങ് എല്ലാം വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുവൈറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ജോബ് കിട്ടേണ്ടത്, എന്തൊക്കെ പ്രോസസ്സാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് കുവൈറ്റിൽ പോകേണ്ട റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടാകണം. അത് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 2 ഇയർ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ എക്സാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെയൊക്കെ MOH എക്സാം ആയിരുന്നു, പക്ഷേ അത് മാറി ഇപ്പോൾ പ്രോമെട്രിക് എക്സാമാണ് നമ്മൾ എഴുതേണ്ടത്. പ്രോമെട്രിക് എക്സാം നമുക്ക് ട്രിവാൻഡ്രത്ത് സെൻറ്റർ ഉണ്ട്, കേരളത്തിൽ ട്രിവാൻഡ്രത്ത് നമുക്ക് സെൻറ്റർ ഉണ്ട്. പ്രോമെട്രിക് എക്സാമിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 3 മണിക്കൂർ ടൈം ഉണ്ടാവും, 60% പാസ് മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും അവിടുത്തെ എക്സാമിൻ്റെ കാര്യങ്ങൾ. നമുക്ക് എക്സാം വേണമെങ്കിൽ കേരളത്തിൽ നിന്നും എഴുതാം, നമുക്ക് ഇന്ത്യയിൽ നിന്നും എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് കുവൈറ്റിൽ ചെന്നിട്ടും എഴുതാവുന്നതാണ്. പിന്നെ കുവൈറ്റിലോട്ട് നമ്മൾ ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടും പോവാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കുവൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് ചെന്നിട്ടായാലും നമുക്ക് അവിടെ പോയി ജോബ് സെർച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2 തരത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കുവൈറ്റിലെ മെയിനായിട്ടുള്ള പ്രോസസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബഹ്റിനിൽ എങ്ങനെയാണ് നമ്മളൊരു ജോബിന് എന്തൊക്കെ പ്രോസസ്സാണ് നമുക്കുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ബഹ്റിനിൽ ഒരു ജോബ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതിനേക്കാളും എൻ്റർലി വളരെ ഡിഫറെൻറ്റും കുറച്ച് ടഫുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബഹ്റിനിലെ പ്രോസസ്സിങ് വരുന്നത്. NHRA എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി ആണ്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനും പ്രോസസ്സും നമ്മുടെ ലൈസൻസൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഈ റെഗുലേറ്ററി അതോറിറ്റിയാണ്. സെയിം ലൈക്ക് നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ പോലെയാണ് ഈ NHRA. നമ്മൾ മെയിനായിട്ട് ഡേറ്റ ഫ്ലോ ചെയ്തിരിക്കണം. ഡേറ്റ ഫ്ലോനെ കുറിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെയിം ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡേറ്റ ഫ്ലോ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് പിന്നെ നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് മാൻഡേറ്ററി ആണ്. ബഹ്റിനിൽ നമുക്ക് വളരെ മാൻഡേറ്ററി ആണ്. പിന്നെ നമുക്ക് ബഹ്റിനിലോട്ട് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി പ്രോസസ്സും നമുക്ക് ബാക്കി എക്സാമൊക്കെ എഴുതാൻ കഴിയുള്ളൂ. നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ സെലക്ട് ആയി നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി നമുക്ക് ജോബ് ഓഫറൊക്കെ ആയതിന് ശേഷം മാത്രമേ നമുക്ക് ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്രെഡൻഷ്യൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ക്രെഡൻഷ്യൽ എല്ലാം അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതും കൂടി നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഇവിടെ എക്സാം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോമെട്രിക് എക്സാമാണ് വരുന്നത്. ഈ പ്രോമെട്രിക് എക്സാം നമുക്ക് ട്രിവാൻഡ്രത്ത് സെൻറ്റർ ഉണ്ട്. അപ്പോൾ സെയിം എല്ലാ പ്രോമെട്രിക് എക്സാമിനെ കണക്ക് തന്നെ ആയിരിക്കും ഇതിൻ്റെ എക്സാം വരുന്നത്. പിന്നെ ബഹ്റിനിലെ പ്രോസസ്സിങ് മറ്റ് പ്രോസസ്സിങ്ങിൽ നിന്നും വ്യത്യസ്തമാകുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ജോബ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കി ക്രെഡൻഷ്യൽ പ്രോസസ്സിങ്ങും നമുക്ക് എക്സാമും എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബഹ്റിനിലെ മെയിനായിട്ടുള്ള കുറച്ച് പ്രോസസ്സിങ്ങും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ എന്തായാലും ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്